2017 മുതൽ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി തുടരുകയാണ് യോഗി ആദിത്യനാഥ്. मैं आदित्यनाथ योगी ईश्वर की शपथ लेता हूं कि യോഗിയുടെ 8 വർഷത്തെ ഭരണത്തിനിടയിൽ നിർണായക പുരോഗതി കൈവരിക്കാൻ ഉത്തർപ്രദേശിന് സാധിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിൽ അടിസ്ഥാന സൗകര്യ വികസനം, അതുകൂടാതെ ആരോഗ്യ രംഗത്ത്, പിന്നെ പുറത്തു നിന്നുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ വരുന്നുണ്ട് ഉത്തർപ്രദേശിലേക്ക്. മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. പിന്നെ ക്രമസമാധാന പരിപാലനം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യോഗിയുടെ ക്ലീൻ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ക്രമസമാധാന പരിപാലനത്തിലുണ്ടായ മാറ്റമാണ്. പോലീസിനെ ഫ്രീ ആൻഡ് ഫെയർ ആക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുമ്പ് ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രമുണ്ടായിരുന്നു. കാരണം ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന ഉത്തർപ്രദേശ്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിത്യേന സംഭവിക്കുന്നു, പിന്നെ ജാതി സംഘർഷങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉത്തർപ്രദേശിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ആരും തയ്യാറാകുമായിരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ യോഗി സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. 2017 അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ ഈ രീതിയിൽ ഗുണ്ടകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ന് പല ഗുണ്ടകളും പണിയെടുത്ത് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നു. ഇതാണ് സാഹചര്യം. പിന്നെ ക്രമസമാധാന പരിപാലനത്തിലെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു സ്ത്രീ സുരക്ഷിതത്വം. സ്ത്രീകളുടെ സുരക്ഷ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ സ്വതന്ത്രമായി രാത്രി വൈകിയും റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന സ്ത്രീകളെ നമുക്ക് ഉത്തർപ്രദേശിൽ കാണാൻ സാധിക്കും. ലക്നൌവിലും കാൺപൂരിലും അലഹബാദിലും എല്ലാം ഈ രീതിയിൽ, അതായത് 10 മണിക്കും 11 മണിക്കും 12 മണിക്കൊക്കെ സ്കൂട്ടിയിൽ ചീറിപ്പാഞ്ഞു പോകുന്ന പെൺകുട്ടികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല ഡെലിവറിക്ക് വേണ്ടിയിട്ട്, അതായത് സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെയൊക്കെ ഡെലിവറി നടത്തുന്ന പെൺകുട്ടികൾ, ഇതെല്ലാം പതിവ് കാഴ്ചയാണ് ഉത്തർപ്രദേശിൽ. അപ്പോൾ ഇത് ചെറിയൊരു കാര്യമല്ല. ഉത്തർപ്രദേശ് പോലത്തെ ഒരു സംസ്ഥാനത്ത് ഇത്രയും മോശമായ ക്രമസമാധാന നിലയുണ്ടായിരുന്ന SP-യും BSP-യും ഒക്കെ ഭരിക്കുമ്പോൾ ഗുണ്ടാരാജായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇത്രയും മാറ്റം ഈ ഒരു ചെറിയ കാലയളവിനുള്ളിൽ തന്നെ കൊണ്ടുവരാൻ യോഗിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം നടപ്പാക്കാൻ അദ്ദേഹം തീരുമാനിച്ചാൽ അത് ചെയ്തിരിക്കും. ആ ഒരു ഇച്ഛാശക്തിയാണ് യോഗിയെ മാറ്റി നിർത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ CM എന്നാണ് പൊതുവെ യോഗി ആദിത്യനാഥ് വിലയിരുത്തപ്പെടുന്നത്. പല സർവേകളും ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്താറുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലറായ മുഖ്യമന്ത്രിയായിട്ട് ഒന്നിലധികം തവണ യോഗി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും യോഗി സർക്കാർ ഒരു പുതിയ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുകയാണ്. ജാതിക്കെതിരെയുള്ള ഒരു നിലപാടുകളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു, അദ്ദേഹത്തിൻ്റെ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ജാതിയുടെ ബേസിൽ നടക്കുന്ന പൊളിറ്റിക്കൽ റാലികൾക്കൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് യോഗി സർക്കാർ. അത് നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ തന്നെ ജാതിയുടെ പേരിൽ എപ്പോഴും സംഘടനകളും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുമാത്രമല്ല SP-യും BSP-യും പ്രധാനമായും ജാതി മുതലെടുത്ത് അധികാരത്തിൽ വരുന്ന പാർട്ടികളാണ്. BSP ആണെങ്കിൽ ദളിത് സ്നേഹമാണ്, കപട സ്നേഹമാണ് മുന്നോട്ട് വെക്കാറ്. SP ആണെങ്കിൽ യാദവ പാർട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അതുമാത്രമല്ല വിഭിന്നമായുള്ള വിഭാഗക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകാതെ ഇവർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി ഇലക്ഷൻ വിജയിപ്പിക്കുക, അല്ലെങ്കിൽ ഇലക്ഷനിൽ വിജയം നേടുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും അതിലൊരു വലിയ മാറ്റം കൊണ്ടുവരുന്ന ഒരു തീരുമാനമാണ് യോഗി സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അത് കോടതിയുടെ അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന്, അത് കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം യോഗി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ ജാതി പ്രദർശിപ്പിക്കുന്ന ബോർഡുകൾ അല്ലെങ്കിൽ സ്റ്റിക്കറുകൾ, ഇതിനെല്ലാം നിരോധനമുണ്ട്. അതുമാത്രമല്ല FIR-ൽ ഇനി മുതൽ, പോലീസിൻ്റെ FIR-ൽ ഇനി ജാതി പരാമർശിക്കപ്പെടില്ല. അത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് അട്രോസിറ്റീസ് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ, അത്യാവശ്യ ഘട്ടമാണെങ്കിൽ മാത്രമേ ജാതി പരാമർശിക്കപ്പെടുകയുള്ളൂ. അതുകൂടാതെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള ജാതിയുടെ പേരിലുള്ള കുപ്രചരണങ്ങൾ, ഇതെല്ലാം തടയാൻ കർശന നടപടി സ്വീകരിക്കാൻ പോവുകയാണ് യോഗി സർക്കാർ. ജാതിയുടെ പേരിലുള്ള വിഭജനങ്ങളും സ്പർദ്ധയുമെല്ലാം സാമൂഹ്യ വിരുദ്ധമാണ്, ദേശവിരുദ്ധമാണെന്നുള്ള നിലപാടാണ് യോഗി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ബഹുമാനപ്പെട്ട അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അതേപോലെ തന്നെ നടപ്പാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് സർക്കാർ. എന്തായാലും ഇതൊരു വലിയ മാറ്റം, ഒരു വിപ്ലവാത്മകമായ മാറ്റമായിരിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം വികസനം വേണമെങ്കിൽ ജാതിക്കതീതമായുള്ള ചിന്താഗതി മുന്നോട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുമായി യോഗി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ രാജ്യവും സംസ്ഥാനവും അതിനൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.